ഹായ് 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 നമ്മുടെ ആനുവൽ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പലരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ചോദ്യമായിട്ടാണ് മാഷ് വന്നിട്ടുള്ളത്. ചോദ്യം അത്രയും പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഈ ഒരു ലൈക്ക് അടിച്ച് വെക്കാനും ശ്രദ്ധിക്കണേ. പിന്നെ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് വേണ്ട നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ എജുപോർട്ട് തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയായിരിക്കും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വെച്ചിട്ട് എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. നമുക്ക് എന്തായാലും പെട്ടെന്ന് ചോദ്യം നോക്കാം. ഇവിടുത്തെ ഒരു ചതുരക്കെട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടികയുടെ ആകൃതി ചതുരക്കെട്ട ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഇവിടെ തന്നിട്ടുണ്ട്. റെക്ടാങ്കുലർ ബ്ലോക്കിന് 3 തരം അളവുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നേരെയുള്ള അളവുണ്ട്, ഇതിന് നമ്മൾ എന്ത് വിളിക്കും? നീളം, ലെങ്ത് എന്ന് വിളിക്കും. അതുപോലെ തന്നെ അതിന്റെ സൈഡിലോട്ടൊരു അളവുണ്ട്, അതിന് നമ്മൾ എന്താ വിളിക്കുക? വീതി എന്ന് വിളിക്കും, അല്ലെ ബ്രെഡ്ത്ത് എന്ന് വിളിക്കും. പിന്നെ അതുപോലെ കുത്തന്, അതിന് നേരെ ഒരു ഉയരം കൂടെ ഉണ്ട്, അത് നമ്മൾ ഉയരം തന്നെ ഹൈറ്റ് എന്ന് തന്നെ വിളിക്കും. അപ്പോൾ ഒരു നീളം, അതായത് ഒരു ലെങ്ത്തും, വീതി ഒരു ബ്രെഡ്ത്തും, ഒരു ഉയരം ഹൈറ്റും, ഇങ്ങനെ 3 തരം അളവുകളാണ് നമ്മുടെ ചതുരക്കട്ടയ്ക്ക് ഉള്ളത്, റെക്ടാങ്കുലർ ബ്ലോക്കിനുള്ളത്. ഏത് റെക്ടാങ്കുലർ ബ്ലോക്ക് എടുത്താലും അതിന് ഇതുപോലെ 3 തരം അളവുകൾ ഉണ്ടായിരിക്കും. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിക്കുക ഏറ്റവും ആദ്യം അതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ്, അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് എപ്പോഴും നമ്മളോട് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി ഈ റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്താണെങ്കിലും പറഞ്ഞേ. ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എങ്ങനെ കാണാം? സിമ്പിളാണ്. അതിൻ്റെ നീളം എത്രയും നോക്കുക. നീളം എത്രയാണ്? 80 ആണ്. പിന്നെ അതിൻ്റെ വീതി എത്ര നോക്കുക? വീതി എത്രയാണ്? 40 ആണ്. പിന്നെ അതിൻ്റെ ഉയരം എത്ര നോക്കുക? ഉയരം എത്രയാണ്? 10 ആണ്. അപ്പൊ നീളം കിട്ടി, വീതി കിട്ടി, ഉയരം കിട്ടി. നീളവും വീതിയും ഉയരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് റെക്ടാങ്കുലർ ബ്ലോക്കിന്റെയും വോളിയം വ്യാപ്തം കാണാൻ വേണ്ടിയിട്ട് അത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 80, 40, 10 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ വോളിയം കിട്ടും. സിമ്പിൾ. അപ്പൊ ഏത് റെക്ടാങ്കുലർ ബ്ലോക്കിന്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നീളവും വീതിയും ഉയരവും എത്രയാണോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ വോളിയം കിട്ടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നീളം സെന്റിമീറ്ററിലാണെങ്കിൽ വീതിയും സെന്റിമീറ്ററിലാവണം, ഉയരവും സെന്റിമീറ്ററിലാവണം. 2 സെന്റിമീറ്ററും 1 മീറ്ററും പറ്റുമോ? പറ്റൂല. 3 ഒരേ അളവായിരിക്കണം. ആ കാര്യം കൂടെ പ്രത്യേകം ആലോചിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരത്തിന്റെ കൂടെ എന്താ വരിക എന്നറിയോ? നീളവും വീതിയും ഉയരവും സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഉത്തരം വോളിയത്തിന്റെ കൂടെ നമ്മൾ സെന്റിമീറ്റർ ക്യൂബ് ചേർക്കാനുള്ള കാര്യം എല്ലാവരും ആലോചിക്കാം. സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയാം. ക്യൂബിക് സെന്റിമീറ്റർ എന്ന് ചുരുക്കിയിട്ട് നമുക്ക് CC എന്ന് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. CC ഇങ്ങനെ, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഘന സെന്റിമീറ്റർ എന്ന് പറയും. ഇങ്ങനെ ഒരു ക്യൂബ് കൂടെ അധികം വരും നമ്മൾ വോളിയത്തിന്റെ കൂടെ. ആ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. 3 സെന്റിമീറ്ററിലെ അളവുകളാണ്. അപ്പോൾ വോളിയത്തിന്റെ കൂടെ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കൊടുക്കണം. ഇങ്ങനെ പവർ ഇങ്ങനെ മുകളിൽ ചെറുതായിട്ട് 3 എഴുതാനാണ് സെന്റിമീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ CC എന്ന് കൊടുക്കുക. അപ്പോൾ വോളിയത്തിന്റെ കൂടെ ക്യൂബിക് സെന്റിമീറ്റർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം എല്ലാവരും ഓർത്ത് വെക്കുക. 3 സെന്റിമീറ്ററിലാണെങ്കിൽ വോളിയത്തിന്റെ കൂടെ ക്യൂബിക് സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. വോളിയത്തിന്റെ കൂടെ ചേർക്കേണ്ട എന്താണ്? CC, ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബാണ്. അപ്പൊ ഇതിന്റെ വോളിയം എന്താ? ഇപ്പോഴും ഏത് റെക്ടാങ്കുലർ ബ്ലോക്കിന്റെയും വോളിയം കാണാൻ വേണ്ടിയിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ വോളിയം എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞേ. എന്തായിരിക്കും വരിക? 80 × 40 × 10. 8ഉം 4 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? 32 എന്ന് കിട്ടും. അതിന് കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 32 തന്നെയാണ്. അപ്പൊ 8 × 4 × 1 ചെയ്താൽ നമുക്ക് 32 എന്നാ കിട്ടുക. പക്ഷേ 80 × 40 × 10 നമ്മൾ ചെയ്യണത് ഇതിനൊരു 0 ഉണ്ട്, ഇതിനൊരു 0 ഉണ്ട്, ഇതിനൊരു 0 ഉണ്ട്. 3നും കൂടെ 0 ബാക്കിൽ ഇട്ട് കൊടുത്താൽ അതെന്താ വരിക? 32,000 വരും. 80 × 40 × 10 ചെയ്താൽ നമുക്ക് 32,000 ആണ് ഉത്തരം കിട്ടുക. 32,000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ വോളിയം. സിമ്പിൾ. അപ്പൊ 2 കാര്യം പ്രത്യേകം ആലോചിച്ചാൽ മതി. തന്നിട്ടുള്ള എല്ലാ അളവും സെയിം ആയിരിക്കണം. ഇത് സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും സെന്റിമീറ്റർ, ഇതും സെന്റിമീറ്റർ. 3 അളവും സെന്റിമീറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ 3 അളവും മീറ്ററിലായിരിക്കണം. 3 അളവ് സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്, ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ്. ആ സെന്റിമീറ്ററിലുള്ള അളവുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ വോളിയത്തിന്റെ കൂടെ ചേർക്കേണ്ടത്. ഇനി 3 അളവ് മീറ്ററിലാണെങ്കിൽ മീറ്റർ ക്യൂബ് എന്നാണ് നമ്മൾ ചേർക്കേണ്ടത് വോളിയത്തിന്റെ കൂടെ കേട്ടോ. ആ കാര്യം കൂടെ ആലോചിച്ച് നോക്കാം. മീറ്റർ നമ്മൾ M എന്ന് എഴുതാല്ലേ. 3 അളവ് മീറ്ററിലായിരുന്നെങ്കിൽ വോളിയത്തിന്റെ കൂടെ നമ്മൾ മീറ്റർ ക്യൂബ് എന്നാണ് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ എന്നാണ് ചേർക്കേണ്ടത്. ക്യൂബിക് മീറ്റർ. ക്യൂബിക് മീറ്ററിനെ ചുരുക്കിയിട്ട് CC എന്നോ CM എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. ക്യൂബിക് മീറ്ററിന് ക്യൂബിക് മീറ്റർ എന്ന് തന്നെ എഴുതണം. CCന്റെ ഫുൾ ഫോം എന്താ? ക്യൂബിക് സെന്റിമീറ്റർ ആണ് കേട്ടോ. ക്യൂബിക് സെന്റിമീറ്ററാണ് നമ്മൾ CC എന്ന് വിളിക്കുന്നത്. ആ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. ഇതിന്റെ ഉത്തരം എന്താ നിങ്ങൾ കമന്റ് ചെയ്യണേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു റെക്ടാങ്കുലർ ബ്ലോക്ക് വരയ്ക്കാൻ വേണ്ടി പോവാണ്.
ഈ റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്ത് ഒരു 3 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് ഒരു 2 മീറ്റർ ആണ്. അതുപോലെ തന്നെ പിന്നെ അതിന് ഒരു ഹൈറ്റ് കൂടെ ഉണ്ടായിരിക്കും അല്ലേ. അതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് ഏത് ഒരു 5 മീറ്റർ ആണ്. അപ്പോൾ ലെങ്ത്ത് 3 മീറ്റർ, ബ്രെഡ്ത്ത് 2 മീറ്റർ, ഹൈറ്റ് 5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് 3 മീറ്ററും ബ്രെഡ്ത്ത് 2 മീറ്ററും ഹൈറ്റ് 5 മീറ്റർ ആയിട്ടുള്ള ഈ റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്താണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ വ്യാപ്തം വോളിയം, നീളം 3, വീതി 2, ഉയരം 5. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തം വോളിയം എത്ര എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ടുകളൊക്കെ ഈ ക്ലാസ്സിൻ്റെ ഒക്കെ നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടുന്ന കാര്യം കുട്ടികൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അത് മിസ്സാക്കാതെ കാണാം. ആനുവൽ എക്സാമിന് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫുൾ മാർക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.